ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായി കേട്ടോ. അതിനുശേഷം നമ്മളിന്നൊരു പുതിയ വീഡിയോസ് ഇടുകയാണ്. ഇത് കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വളകാപ്പിന് പോവാണ്. അപ്പോൾ അതിനാവശ്യം വളകാപ്പായതുകൊണ്ടിരിക്കട്ടെ കുപ്പി വളകളൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാനും കുറച്ച് കുപ്പി വളയൊക്കെ ഇട്ട് അങ്ങനെ ഒരുങ്ങി ഞങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, എൻ്റെ ഇക്കാടെയും അടുത്ത ഫ്രണ്ടാണ് അവൻ. പിന്നെ എൻ്റെ വൈഫിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം എന്താ, വളകാപ്പിൻ്റെ പരിപാടിക്കായിട്ട് പോവാം. അപ്പോൾ ഞാൻ എനിക്കിത് പോകുന്നതെല്ലാം ഒരു വീഡിയോസ് ആക്കിയിട്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഞാൻ പിന്നെ ഹിന്ദുസിൻ്റെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വളകാപ്പ് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു ത്രില്ലൊക്കെ ഉണ്ട് പോകുമ്പോൾ ഇതെന്താണ് സംഭവം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതൊരു കനാൽ റോഡാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളൊരു ഇച്ചിരി നടന്നിട്ടാണ് ആ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇച്ചിരി നടന്നിട്ടാണ് പോകുന്നത്. ഞാനും മോളും കൂടെ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. ഉണ്ടായതാണ് നമ്മുടെ പൊന്നൂസിന് എങ്ങനെ ഉണ്ട്, അടിപൊളിയാണ് പൊന്നൂസ് അടിപൊളിയായിട്ട് ഒരുങ്ങി കെട്ടിയൊക്കെ ഞാനും പൊന്നൂസോട് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ വീട്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് പോകുന്ന വീഡിയോസും കൂടെ ഒക്കെ എടുത്ത്, ഇതാണ് അവരുടെ മകൻ, അതാണ് വളകാപ്പ് നടത്താൻ പോകുന്ന പെണ്ണിൻ്റെ ഹസ്ബൻഡ്, ഇതാണ് അവരുടെ വീട്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് പോകുമ്പോഴേ വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴേ എല്ലാവരും ഞങ്ങൾ കുറേ ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും എന്താ എന്നെ കണ്ട ഒരു സന്തോഷം, പിന്നെ പൊന്നുവിനെ കണ്ട സന്തോഷം. അങ്ങനെ ഇതാണ് ചന്തുവിൻ്റെ അമ്മ, ഇതാണ് നമ്മൾ മുമ്പ് കണ്ട വ്യക്തിയുടെ അമ്മ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി എല്ലാവരെയും പരിചയമുള്ളവരാണ് കേട്ടോ എല്ലാവരും. ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ മേലത്തെ ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരെയും കണ്ട്, ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കണ്ട് അവിടെ എല്ലാവരും എൻ്റെ ഫ്രണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടും കൂട്ടുകാരികളും പിന്നെ മോൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളും ഒക്കെയാണ് കേട്ടോ. ഇത് മോൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ ഒന്ന് കണ്ട്, എൻ്റെ കൂട്ടുകാരുടെ മോളും കൂടാണ്. ഞങ്ങൾ അവരെല്ലാവരെയും കണ്ട് പിന്നെ വളകാപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ താഴെ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സംഭവം ഇത് വലുതായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല, കാരണം ഇത് വളകാപ്പാണ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങ് കാര്യങ്ങളെന്നൊക്കെ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് എന്താ പറയാനും എങ്ങനെ പറയണ്ട. പിന്നെ ഇത് അർപ്പിത യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. ഇത് എൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ച്. ഇത് നമ്മുടെ ചന്തുവിൻ്റെ റിലേറ്റീവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വളകാപ്പിൻ്റെ പരിപാടി കാണാൻ വേണ്ടി ഞാനും അർപ്പിതയുടെ ഹസ്ബൻഡും കൂടാണ്. അവർക്കും വീഡിയോസ് എടുക്കണം, എനിക്കും എടുക്കണം. അപ്പോൾ ഞങ്ങളവിടെ പോയി നിന്ന് കുറച്ച് സമയം ഇരുന്ന് നോക്കി. അപ്പോൾ ശരിയാവാത്തതുകൊണ്ട് ഞാനവിടെ ചമ്മണം മുടങ്ങി അങ്ങിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് എടുക്കുകയായിരുന്നു കേട്ടോ വീഡിയോസ്. അങ്ങനെ ഓരോരുത്തരും ഇതൊക്കെ എനിക്ക് ഭയങ്കര പുതുമയായിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട്, ഇതാണ് പെൺകുട്ടി കേട്ടോ, ഇതാണ് അമ്മയാവാൻ പോകുന്ന മകള്. അമ്മയായല്ലോ, അമ്മ എന്താ പറയുക, ഇതിനിടെയാണ് വളകാപ്പ് നടത്തുന്നത്. പിന്നെ എന്താ പറയുക, എനിക്കിതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. ഇത് അവളുടെ, അതായത് വളകാപ്പ് നടക്കുന്ന കുട്ടിയുടെ ഫ്രണ്ടാണ്. അങ്ങനെ അവരും പരിചയപ്പെട്ട് അവർ യൂട്യൂബിലേക്ക് വന്ന് അവരെ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നിർത്തി. പിന്നെ അർപ്പിത അവരിവിടെ കാര്യം പറയണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ അവരുടെ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് അവരെയും കൊണ്ട് പറയിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഇത് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിരിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വളകാപ്പ് ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ അവിടെ പോയി തമ്മണമൊക്കെ പടങ്ങിയിരുന്നിട്ട് ഈ വീഡിയോസൊക്കെ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് എടുക്കുകയാണ്. ഇതെൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ വൈഫാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും വന്ന്, ഇപ്പോൾ എനിക്ക് ഭയങ്കര പുതുമയാണ് ഇതിങ്ങനെ കണ്ടപ്പോൾ, രസമായിട്ട് തോന്നി. കാരണം ഇങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ മധുരമൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ വന്നിങ്ങനെ കൊടുക്കുക. ബന്ധുക്കാർ സ്വന്തക്കാർ അവരുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് എന്ന നിലയിൽ ഞാനും ഉണ്ട്. അപ്പോൾ ഇത് അവരുടെ ഫ്രണ്ടാണ്. പിന്നെ ഫ്രണ്ടെന്നുപരി ഞാൻ അവിടെ അനിയത്തിയെ പോലാണ്, എൻ്റെ സഹോദരനെ പോലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഈ കുപ്പി വളമിട്ട് കൊടുത്ത്, അപ്പോൾ ഞാനും ഇട്ട് കൊടുത്ത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ അവിടെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ പുറത്തിറങ്ങി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. അപ്പം പിന്നെ അർപ്പിത ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ വീഡിയോസ് ആദ്യം എടുത്ത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടല്ല കേട്ടോ, ഒന്നും ഞാൻ കാണിച്ചില്ല വീഡിയോയിൽ. അപ്പോൾ അവനെയും കൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഫോട്ടോ എടുപ്പിച്ചത്. അപ്പോൾ ഞാൻ കഴിക്കുന്നിടത്തോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ വെച്ചാൽ ഞാൻ കഴിക്കുന്നതും കൂടെ അങ്ങ് എടുത്തോടാം. നല്ല സദ്യയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സദ്യയായിരുന്നു. നല്ല പ്രഥമനൊക്കെ കൂട്ടിയിട്ടുള്ള സദ്യയാണ്. ഇതാണ് എൻ്റെ വീഡിയോസ് എടുത്ത വ്യക്തികൾ. പിന്നെ ഇവരുടെയൊക്കെ ഞങ്ങളെടുത്ത് കുറേ സമയം അവരുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന സദ്യ കഴിക്കുന്നതൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം നല്ല ഹാപ്പിയായിരുന്നു. ഇതിനകത്ത് എന്താ വലുതായിട്ട് പറയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലടോ. കാരണം ഫുഡ് കഴിക്കുക, പിന്നെ വളകാപ്പ് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഇത് നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളി പ്രഥമനൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിച്ചു. പിന്നെ പോകാൻ നേരത്ത് ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് എന്തോ അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ.
കേട്ടോ, എനിക്കൊന്നും അറിയില്ല. അപ്പം അതവരിങ്ങനെ കൊടുത്തതിന് ശേഷം ഇതെല്ലാം വാങ്ങി പെണ്ണ്, അതായത് ചെറുക്കൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാലിൽ തൊട്ട് വണങ്ങി അതിന് ശേഷം ഈ സാധനവും വാങ്ങിച്ച് തിരിഞ്ഞു നോക്കാതെ നടന്നു പോകണമെന്നാണ് ആചാരം എന്നാണ് പറയുന്ന ചടങ്ങ്. പക്ഷേ എനിക്കിതിനെ അറിയില്ല, ഇങ്ങനെയാണ് സംഭവം. പക്ഷേ എനിക്ക് സംഭവങ്ങളൊന്നും അറിയത്തില്ല. എനിക്കിതൊക്കെ വലിയ പുതുമയായിട്ട് തോന്നി. വീഡിയോ ആക്കാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ഇത് എങ്ങനെ പറഞ്ഞ് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. കാരണം എനിക്കിത് ഇങ്ങനെ പറയാനേ അറിയുള്ളൂ സംഭവം. കാരണം ഞാനിത് വീഡിയോ ആക്കി ഓക്കെ, പക്ഷേ അപ്പോൾ അവിടുത്തെ ഇറങ്ങി വരുന്നത് ആ അതായത് ഈ പെണ്ണിൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോളും കൂടാണ് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവരങ്ങോട്ട് പോയി തിരിഞ്ഞ് നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നതല്ല, അങ്ങനെയാണ്. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.